നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പോസ്റ്റ് ഓപ്പറേറ്റീവ് ആൻഡ് പ്രീ ഓപ്പറേറ്റീവ് കെയർ ഓഫ് ചിൽഡ്രൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ചിൽഡ്രൻ ആണ്. ഇത് ഇച്ചിരി അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കുഹാസിൻ്റെ സിലബസിലാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 വട്ടമൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. പ്രീ ഓപ്പറേറ്റീവ് ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ഓഫ് ചിൽഡ്രൻ എന്ന് പറയുന്നത് ഓരോ ചൈൽഡിൻ്റെയും അഡൽറ്റിൻ്റെയും അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് ഡിഫറെൻ്റ് ആകും. പിന്നെ ഓരോ ഓപ്പറേറ്റീവ് പ്രൊസീജിയറിനനുസരിച്ചും ഡിഫറെൻ്റ് ആകാം. മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻഫൻറ്റിൻ്റെയും യങ് ചിൽഡ്രൻ്റെയും മെറ്റബോളിക് റേറ്റ് കൂടുതലായിരിക്കും. കാരണം അവർ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് ഫീഡ് കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ പറയുമ്പോഴത്തേക്കും കുട്ടികളുടെ റാപ്പിഡ് ആയിട്ടുള്ള മെറ്റബോളിസവും ഗ്രോത്തും കാരണം അവരുടെ ടിഷ്യൂസൊക്കെ ബോഡി ടിഷ്യൂസൊക്കെ അഡൽറ്റിനെക്കാട്ടിലും സ്പീഡായിട്ട് ഹീൽ ചെയ്യും. മൂന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ലെസ് അനാൽജസിക്സേ കൊടുക്കാവൂ ദാൻ കമ്പയർ ടു ദ അഡൽട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർജിക്കൽ പ്രൊസീജിയറിന് ശേഷം അനാൽജസിക്സ്, അതായത് അവർക്ക് നല്ല പെയിൻ ആയിരിക്കും, ഭയങ്കര അഡൽറ്റിനെക്കാട്ടിലും പെയിൻ ടോളറൻസ് കുറവായതുകൊണ്ട് ചൈൽഡിന് പെയിൻ കൂടുതലായിരിക്കും. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോസ് കുറച്ചിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അനാൽജസിക്സ് കൊടുക്കാവുള്ളൂ. അതുപോലെ കുറച്ച് അനാൽജസിക്സ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതാണ് മൂന്നാമത്തെ പ്രിൻസിപ്പിൾ. നാലാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ജനറൽ കണ്ടീഷന് പ്രത്യേകിച്ച് വാർണിംഗ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് സഡൻലി ഫ്ലക്ച്വേറ്റ് ചെയ്യാം. ചിലപ്പോൾ അതുപോലെ തന്നെ ചില ഒരു ടെമ്പറേച്ചർ റേസോ അങ്ങനെ മാത്രമേ കാണത്തുള്ളൂ. അതായിരിക്കും ചിലപ്പം വലിയ സീഷറിലേക്കോ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്കോ ഒക്കെ പോകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ചില ചില ഇൻഡിക്കേഷൻസ് ഒക്കെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങൾ വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് അടുത്ത പ്രിൻസിപ്പിൾ പറയുന്നത്. പിന്നെ അബ്നോർമൽ ഫ്ലൂയിഡ് ലോസ് എന്ന് പറയുന്നത് ഭയങ്കര ഈ ഫീറ്റേഴ്സിനും അതുപോലെ തന്നെ യങ് ചിൽഡ്രനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആകെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ കുറച്ച് ഫ്ലൂയിഡേ ഉള്ളൂ. അതുകൂടെ അബ്നോർമൽ ആയിട്ട് ഫ്ലൂയിഡ് ലോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ഇൻടേക്കും ഔട്ട്പുട്ടും ഒക്കെ നമ്മൾ മോണിറ്റർ ചെയ്യണം കോൺഷ്യസ് ആയിട്ട്. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പ്രീ ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. നമുക്ക് 6 പ്രിൻസിപ്പിളാണ് പ്രീ ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ഓഫ് ദ ചിൽഡ്രനകത്തുള്ളത്. ഒന്നാമത്തെ അവരുടെ മെറ്റബോളിക് റേറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഫീഡ് വേണം. അതുപോലെ തന്നെ മെറ്റബോളിക് റേറ്റും ഗ്രോത്ത് റേറ്റും കൂടുതലായിട്ട് പെട്ടെന്ന് തന്നെ മുറിവൊക്കെ ഹീലാകും. അടുത്തത് എന്താണ് അവർക്ക് അനാൽജസിക്സ് നമ്മൾ കുറച്ചേ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ അവരുടെ ജനറൽ കണ്ടീഷൻ എന്താണ് റാപ്പിഡ് ആയിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് വിത്തൗട്ട് വാർണിംഗ് ഇല്ലാതെ തന്നെ എന്ത് ചെയ്യും, ഫ്ലക്ച്വേറ്റ് ചെയ്യും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ അബ്നോർമൽ ആയിട്ടുള്ള ഫ്ലൂയിഡ് ലോസ് കുട്ടികളെ ഫേറ്റലായിട്ട് നല്ല രീതിയിൽ എഫക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇൻടേക്ക് ഔട്ട്പുട്ട് ചാർട്ട് പ്രോപ്പറായിട്ട് എടുക്കണം. അടുത്തെന്ന് പറയുന്നത് അവർക്ക് പ്രീ ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് കൊടുക്കണം. ഇതാണ് 6 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രീ ഓപ്പറേറ്റീവ് കെയർ കുറച്ചുകൂടെ സ്പെസിഫൈ ആയിട്ട് പ്രീ ഓപ്പറേറ്റീവ് കെയർ ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ഡിഫറെൻറ്റ് ഹെഡിങ്സിൽ പഠിക്കാം. ഇനി പ്രീ ഓപ്പറേറ്റീവ് കെയറിൽ നേഴ്സ് മെയിനായിട്ട് ചെയ്യേണ്ട ആസ് എ നേഴ്സ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ നല്ല രീതിയിൽ അസസ് ചെയ്യുക. പ്രീ ഓപ്പറേറ്റീവ് ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് അസസ്മെൻറ്റ് ഇസ് വെരി നെസസറി. അത് അഡൽറ്റിൻ്റെ കേസിലായാലും കുട്ടികളുടെ കേസിലായാലും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പ്രീ ഓപ്പറേറ്റീവ് അസസ്മെൻറ്റ് നടത്തുക. എന്തെങ്കിലും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഓപ്പറേഷന് മുന്നേ തന്നെ വേറെ എന്തെങ്കിലും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യുക. പ്രീ ഓപ്പറേറ്റീവ് ഹെൽത്ത് ടീച്ചിങ് കുട്ടീനും പാരൻസിനും നമ്മൾ കൊടുക്കുക. കാരണം കുട്ടിക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കുട്ടികളുടെ ആ ഒരു ലെവൽ അനുസരിച്ച്, ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യുക, പ്രീ ഓപ്പറേറ്റീവ് ടീച്ചിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചൈൽഡിനെ പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പറേഷൻ ഓഫ് ദ ചൈൽഡ് കുറേ ഉണ്ട്. ഫിസിക്കൽ പ്രിപ്പറേഷൻ, ഫിസിയോളജിക്കൽ പ്രിപ്പറേഷൻ, സൈക്കോളജിക്കൽ പ്രിപ്പറേഷൻ, ലീഗൽ പ്രിപ്പറേഷൻ, അങ്ങനെ കുറേ പ്രിപ്പറേഷൻസ് ഹെഡിങ് ആയിട്ട് എഴുതാൻ പറ്റും. നമുക്കപ്പോൾ സൈക്കോളജിക്കൽ പ്രിപ്പറേഷൻസ് നോക്കാം. ഇനി കുട്ടികൾക്ക് ഫസ്റ്റായിട്ട് സർജറി ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ സർജറി കഴിഞ്ഞ കൊച്ചാണെങ്കിൽ പോലും സർജറി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പേടിയുണ്ടാവും അല്ലേ. അപ്പോൾ അവർക്ക് എന്താണ് ഫിയർ ഓഫ് സെപ്പറേഷൻ, ഫിയർ ഓഫ് ഫിസിക്കൽ ഹാം ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ കുറയ്ക്കാം. ഫിയർ ഓഫ് സെപ്പറേഷൻ കുറയ്ക്കുക, ഫിസിക്കൽ ഹാമിൻ്റെ ഫിയർ കുറയ്ക്കുക. പിന്നെ പെയിൻ അല്ലെങ്കിൽ ഡെത്തിൻ്റെ ഒരു ഫിയർ ഉണ്ടായിരിക്കും, അത് നമ്മൾ കുറയ്ക്കുക. പിന്നെ അതൊക്കെ എങ്ങനെ നമ്മൾ കുറയ്ക്കുന്നത്, ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ചൈൽഡിനും ഫാമിലിക്കും കൊടുക്കുക. സിമ്പിൾ ആയിട്ടുള്ള കൺസൈസ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുക. ഇപ്പോൾ ഒരു ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ അത് സിമ്പിളായിട്ട് അവരുടെ ലാംഗ്വേജിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ഒരു കളിയുടെ രീതിയിലോ തമാശയുടെ രീതിയിലോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു അതിൻ്റെ സീരിയസ്നെസ്സും കൂടെ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അവരുടെ ഫിയറും
സെപ്പറേഷൻ്റെ ഫിയറും ഫിസിക്കൽ ഹാമിൻ്റെ ഫിയറും ഒക്കെ കുറയും. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൊസീജിയറിനും പോസ്റ്റ് ഓപ്പറേറ്റീവ് എക്യുപ്മെൻറ്റും ഒക്കെ എന്താണ് അതൊരു പ്ലേഫുൾ വേയിൽ എന്ത് ചെയ്യുക പറഞ്ഞു കൊടുക്കുക. എല്ലാ പ്രൊസീജിയർ ഇന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, പോസ്റ്റ് ഓപ്പറേറ്റീവ് എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണ് നമ്മൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കേണ്ടി വരിക, അതൊക്കെ നമ്മളൊരു പ്ലേഫുൾ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവർക്ക് ഒരു ഫിയർ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ ക്വറീസോ ചിൽഡ്രനെക്കാട്ടിലും കൂടുതലായിട്ടും പാരൻസിനായിരിക്കും ഉണ്ടാകുക. അപ്പോൾ പാരൻസിൻ്റെയും ചൈൽഡിൻ്റെയും ഒക്കെ ഡൗട്ട്സും ക്വറീസും ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് സൈക്കോളജിക്കൽ പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഫിസിക്കൽ പ്രിപ്പറേഷനാണ്. ഫിസിക്കൽ പ്രിപ്പറേഷനൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രീ ഓപ്പറേറ്റീവ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ആദ്യം നമ്മൾ അസസ്മെൻറ്റ് ചെയ്തല്ലോ, ഫിസിക്കൽ എക്സാമിനേഷനും അസസ്മെൻറ്റും ഒക്കെ ചെയ്തു. പിന്നെ കുട്ടിയുടെ വെയിറ്റ്, ഹൈറ്റ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫുൾ അസസ്മെൻറ്റ്, കംപ്ലീറ്റ് അസസ്മെൻറ്റ് നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ ലാബ് ഇൻവെസ്റ്റിഗേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ, ലാബ് ഇൻവെസ്റ്റിഗേഷൻ, ECG, അങ്ങനെ ഫുൾ ഇൻവെസ്റ്റിഗേഷൻസും എക്സാമിനേഷൻസും എന്ത് ചെയ്യുക? പ്രീ ഓപ്പറേറ്റീവ് ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേഷന് മുന്നേ ശേഷവും ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യണം. എന്നിട്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് നമുക്ക് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഫിസിക്കൽ പ്രിപ്പറേഷനകത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് മെയിനായിട്ട് ഫിസിക്കൽ പ്രിപ്പറേഷൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ എമർജൻസി സിറ്റുവേഷൻസ് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും എന്ത് ചെയ്യുക? ഷുഡ് നോട്ട് ഹാവ് ദ പ്രിഫറബിളി ഇനി കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സയൻസ് ഓഫ് മാൽ ന്യൂട്രീഷൻ ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അഡിക്കേറ്റ്ലി ഹൈഡ്രേറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അഡിക്കേറ്റ്ലി ന്യൂട്രീഷൻ ഉണ്ടായിരിക്കണം. പിന്നെ ബാക്കിയുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. പിന്നെ കുട്ടികൾക്ക് NPO ആയിരിക്കണം, ബിഫോർ സർജറി നത്തിങ് പെർ മൗത്ത് ആയിരിക്കും. NPOയിൽ വേണം കുട്ടികൾ ഇട്ടിരിക്കാനായിട്ട്. അറ്റ്ലീസ്റ്റ് 24 hours എങ്കിലും നമ്മൾ ഇടാറുണ്ട് നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ നമ്മൾ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഫിസിഷ്യൻ്റെ ഓർഡർ അനുസരിച്ചാണ് നമ്മൾ NPOയിൽ ഇടുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈഡ്രേഷൻ നീഡഡ് ആണ്. NPOയിൽ ആണെങ്കിലും NPOയിൽ അല്ലെങ്കിലും നല്ല ഹൈഡ്രേഷനും ന്യൂട്രീഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ IV ഫ്ലൂയിഡ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കുട്ടിക്ക് രാവിലെ തന്നെ നല്ലൊരു ബാത്തും മൗത്ത് കെയർ ഒക്കെ കൊടുക്കുക. പിന്നെ ഇൻസിഷൻ്റെ സ്ഥലത്ത് സർജറിയുടെ ഒരു ഇൻസിഷൻ്റെ സ്ഥലത്ത് നല്ല രീതിയിൽ ഷേവ് ചെയ്യുകയും അവിടെ ക്ലീൻ ചെയ്യുകയും പിന്നെ എന്താണ് നമുക്ക് ബെറ്റാഡിൻ ഇടാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ആൻറ്റിസെപ്റ്റിക് വെച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് ഡിസിൻഫെക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ ചെയ്യുക? പിന്നെ മൗത്തൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക, എന്തെങ്കിലും ലൂസ് ഓഫ് ടീത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. പിന്നെ അനസ്തെറ്റിക്സിനെ റിപ്പോർട്ട് ചെയ്യുക, ആസ്പിറേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അനസ്തേഷ്യയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അനസ്തേഷ്യ ഏതാണ് കൊടുക്കുന്നത്, എവിടെയാണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് കൊടുക്കുന്നത്, ഏതാണ് അനസ്തെറ്റിക് ടീം ഏതാണ്, അതെല്ലാം നമ്മൾ പ്രീ ഓപ്പറേറ്റീവ്ലി പ്രിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ എന്താണ് എന്തെങ്കിലും ക്ലിപ്സോ പിൻസോ എന്തെങ്കിലും ഹെയറിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത്, പിന്നെ പല്ലിൽ എന്തെങ്കിലും ക്ലിപ്സ് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത്, മെറ്റാലിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിരിക്കണം, നമ്മൾ റിമൂവ് ചെയ്തിരിക്കണം. എന്തെങ്കിലും ഓർണമെൻറ്റ്സ്, ജ്വല്ലറീസ്, അത് കാര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ചൈൽഡിന് എപ്പോഴും എന്താണ് വാമായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഹോസ്പിറ്റൽ ഗൗണ് ധരിപ്പിച്ച് റെഡിയാക്കി നിർത്താം. ഇനി ഐ ഗ്ലാസ്സസ് അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ അലോ ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ മാഗ്നറ്റിക് റെസൊണൻസ് അങ്ങനത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് വല്ലതും ആണെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് യൂസിന് വേണ്ടിയിട്ട് റിക്കവറി റൂം നമ്മൾ റെഡിയാക്കി വെക്കണം, ഓപ്പറേഷൻ തിയേറ്റർ നമ്മൾ റെഡിയാക്കി വെക്കണം. പിന്നെ എന്താണ് ഐഡൻറ്റിഫിക്കേഷൻ ബാൻഡ്സ്, അത് രണ്ട് ഐഡൻറ്റിഫിക്കേഷൻ ബാൻഡ് ഇടണമെന്നാണ് നോർമലി പറയാറ്. അപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ ബാൻഡ് കുഞ്ഞിൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. പിന്നെ പ്രീ ഓപ്പറേറ്റീവ് മെഡിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക, സെഡേറ്റീവ്സ്, അതുപോലെ അനാൽജസിക്സ്. പിന്നെ ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് പ്രീ ഓപ്പറേറ്റീവ്ലി തന്നെ, നമുക്ക് ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രീ ഓപ്പറേറ്റീവ്ലി അപ്പോൾ അങ്ങനത്തെ സെഡേറ്റീവ്സ്, അനാൽജസിക്സ്, അതുപോലെ തന്നെ മെഡിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സർജറിക്ക് 2 മണിക്കൂർ മുന്നെയെങ്കിലും മിനിമം എന്ത് ചെയ്യുക, നമ്മൾ കൊടുക്കുക. എമർജൻസി സിറ്റുവേഷനിലല്ല, നേരത്തെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ്റെ കാര്യമാണ്, സർജറിയുടെ കാര്യമാണ് പറയുന്നത്. അറ്റ്ലീസ്റ്റ് 2 hours മുന്നെയെങ്കിലും ഏർലിയെങ്കിലും നമ്മൾ കൊടുക്കുക. അപ്പോൾ നേഴ്സ് എന്ത് ചെയ്യുക, നേഴ്സ് മോണിറ്റർ ചെയ്യുക പാസേജ് ഓഫ് യൂറിൻ ആൻഡ് ബവൽ മൂവ്മെൻറ്റ്സ്. പിന്നെ എനിമ ഒരിക്കലും നമ്മൾ റെഗുലറായിട്ട് കൊടുക്കാൻ പാടില്ല, സർട്ടൻ കണ്ടീഷൻ ഒഴിച്ച്. ബാക്കി വേറൊരു പ്രൊസീജിയർ അങ്ങനെ എനിമ കൊടുക്കാൻ പാടില്ല. കാരണം എനിമയിൽ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, ഹൈപ്പർ ടെൻഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളിൽ അങ്ങനെ നമ്മൾ എനിമ യൂസ് ചെയ്യത്തില്ല. പിന്നെ നോസ്ട്രിൽസ് ഒക്കെ നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്തിരിക്കണം സർജറിക്ക് മുന്നേ, ന്യൂ ബോൺസ് ഇൻഫൻറ്റിൻ്റെ ഒക്കെ മുന്നേ ആണെന്നുണ്ടെങ്കിൽ. പിന്നെ സോഡിയം കാർബണേറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും.
പിന്നെ എന്താണ് അവരുടെ കൺസെന്റ്, അത് ഫിസിക്കൽ പ്രിപ്പറേഷനകത്ത് വരുന്നതല്ല. ഫിസിക്കൽ പ്രിപ്പറേഷനകത്ത് നല്ല രീതിയിൽ കുഞ്ഞിനെ കുളിപ്പിക്കുക, മൗത്ത് കെയർ കൊടുക്കുക, പിന്നെ സൈറ്റ് ക്ലീൻ ചെയ്ത് വെക്കുക, പിന്നെ ഹോസ്പിറ്റൽ ഗൗൺ ഇട്ട് വെക്കുക, പിന്നെ എന്താണ് മെഡിസിൻസ് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. അപ്പം അങ്ങനെ എൻക്വയർ ഇടുക, അതൊക്കെയാണ് മെയിനായിട്ട് ഫിസിക്കൽ പ്രിപ്പറേഷനകത്ത് വരുന്നത്. നെക്സ്റ്റ് ലീഗൽ പ്രിപ്പറേഷനകത്താണ് എന്ത് വരുന്നത്, നമ്മുടെ എന്താണ് പേഷ്യൻസിൻ്റെ എന്താ ഈ കൺസെൻറ്റ് ഫോം, അതായത് ഇൻഫോംഡ് ആയിട്ടുള്ള കൺസെൻറ്റ് നമ്മൾ എഴുതി വാങ്ങിക്കുക. വെൽ എക്സ്പ്ലെയിൻഡ് ആയിട്ട് ഈ പ്രൊസീജിയർ ക്ലിയർ ആൻഡ് കൺസൈസ്ഡും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, കൺസെൻ്റ് ഒക്കെ സൈൻ ഇരിപ്പിക്കുക. അങ്ങനെ അവരുടെയൊക്കെ ഒരു കോപ്പറേഷൻ, അതൊക്കെയാണ് ലീഗൽ പ്രിപ്പറേഷനകത്ത് വരുന്നത്. പിന്നെ ചൈൽഡിന് ഫേവറേറ്റ് ആയിട്ടുള്ള ടോയ് എന്തെങ്കിലും ഉണ്ടായിരിക്കും, അത് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകാനായിട്ട് അലോ ചെയ്യുക. പിന്നെ അനസ്തേഷ്യയുടെ സമയത്തൊക്കെ എന്ത് ചെയ്യുക, അത് കുട്ടീനെയൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എന്താണ് ഓപ്പറേഷൻ സൈറ്റിലേക്ക് അലോ ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കുട്ടി നല്ല നിർബന്ധമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിനക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പേരൻസിനെയും കൊണ്ടുപോകാം, അവരെയും എൻ്റർ ചെയ്യിപ്പിക്കും. പക്ഷേ ആ സമയത്ത് പേരൻസും അതിനനുസരിച്ചുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ടാകണം. പിന്നെ ചൈൽഡിനെ റിക്കവറി റൂമിൽ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തും സർജറിക്ക് എൻട്രി ചെയ്യുന്ന സമയത്തുമൊക്കെ പേരൻസിനെ ഇൻഫോം ചെയ്തിരിക്കണം. ഇതാണ് മെയിൻ ആയിട്ടുള്ള പ്രീ ഓപ്പറേറ്റീവ് കെയർ. ഫിസിക്കൽ പ്രിപ്പറേഷനും സൈക്കോളജിക്കൽ പ്രിപ്പറേഷനും പിന്നെ ലീഗൽ പ്രിപ്പറേഷനും പിന്നെ എന്താണ് ഈ മെയിൻ ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ പറഞ്ഞായിരുന്നു. ഫിസിയോളജിക്കൽ പ്രിപ്പറേഷനകത്താണ് നമ്മൾ ഈ ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻസ്, ഫിസിക്കൽ എക്സാമിനേഷൻ ഒക്കെ പറയുന്നത്. ഓക്കെ, അപ്പം സൈക്കോളജിക്കൽ പ്രിപ്പറേഷനകത്താണ് നമ്മൾ പേഷ്യൻ്റെ എന്ത് പറയുന്നത്, ഫിയർ, ആൻസൈറ്റി, പാരൻസിൻ്റെ ആൻസൈറ്റി കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്നത് പറയുന്നത്. ഫിസിക്കൽ പ്രിപ്പറേഷൻ നമ്മൾ സൈറ്റ് പ്രിപ്പറേഷൻ പറയാം. മെയിനായിട്ട് 4 ഹെഡിങ്സിലുണ്ട്, ഫിസിക്കൽ, ഫിസിയോളജിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് ലീഗൽ പ്രിപ്പറേഷൻ. അതെങ്കിൽ അറ്റ്ലീസ്റ്റ് 4 ഹെഡിങ്ങെങ്കിലും ഉണ്ടാവുക. ഓക്കെ, അതാണ് പ്രീ ഓപ്പറേറ്റീവ് കെയർ. ഈ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ആണ് നമുക്ക് നോക്കാനുള്ളത്. പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറിൽ എന്ത് ചെയ്യുക, നമ്മൾ സർജറി എത്രത്തോളം എഫക്റ്റീവ് ആണ്, അതിൻ്റെ റെസ്പോൺസ് നോക്കുക, പിന്നെ കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യുക. ആ സർജറി കാരണം കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും, അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ ഏർലി റിക്കവറി, പിന്നെ ഏർലി ആംബുലേഷൻ പറ്റുന്നുണ്ടെങ്കിൽ ഏർലി ആംബുലേഷൻ, ഏർലി റിക്കവറി, പിന്നെ ഹെൽത്ത് ടീച്ചിങ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് എക്സസൈസിനെ കുറിച്ചിട്ടും വരാനിരിക്കുന്ന എന്താണ് കോംപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ടും പറഞ്ഞ് പേടിപ്പിക്കുകയല്ല, സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ ചൈൽഡിന് എന്ത് ചെയ്യുക, എന്താണ് ഹോം കെയർ, ഡിസ്ചാർജിന് ശേഷമുള്ള ഹോം കെയറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, ഏർലി ആംബുലേഷനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഒന്നാമത്തെ ഹെഡിങ് ആണ് ഇമ്മീഡിയറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ. അപ്പോൾ റിക്കവറി റൂമിൽ സമയത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പറഞ്ഞു കൊടുക്കുക. പിന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പൊസിഷൻസ് എന്ത് ചെയ്യുക, പേരൻസിന് പറഞ്ഞു കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്, ആസ്പിറേഷൻ പ്രിവെൻറ്റ് ചെയ്യാനും പേറ്റൻ്റ് ആയിട്ടുള്ള എയർവേ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ. അപ്പം പ്രിഫറബിളി ഒരു പർട്ടിക്കുലർ ഒരു സൈഡിലോ അല്ലെങ്കിൽ അബ്ഡമനിൽ, അതായത് കമന്ന് കിടക്കത്തില്ല പ്രോൺ പൊസിഷനിൽ, അങ്ങനെയൊക്കെ ആയിരിക്കും മെയിനായിട്ട് നമ്മൾ പൊസിഷൻ കൊടുക്കുക. കാരണം എയർവേ ഒക്കെ പേറ്റൻ്റ് ആയിട്ടിരിക്കാനും ആസ്പിറേഷൻ ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൊസിഷൻ കൊടുക്കുന്നത്, ഇമ്മീഡിയറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവിൽ കൊടുക്കുന്നത്. പിന്നെ എവറി 15 മിനിറ്റ്സ് കൂടുമ്പോൾ കുഞ്ഞിൻ്റെ എന്താണ് വൈറ്റൽ സൈൻസ് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ആ കണ്ടീഷൻ കുട്ടിയുടെ കണ്ടീഷൻസ് നമ്മൾ കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഡ്രസ്സിങ്ങിൻ്റെ പ്ലേസ്മെൻ്റ് ഒക്കെ കറക്റ്റ് ആണോ നോക്കുക. പിന്നെ എന്തെങ്കിലും ഡ്രെയിനേജ് ഓപ്പറേറ്റീവ് സൈറ്റിൽ നിന്ന് അതർ ദാൻ ഈ സാധാ ഡ്രെയിനിൽ, അതല്ലാതെ വേറെ എന്തെങ്കിലും ഡിസ്ചാർജോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അതൊക്കെ മോണിറ്റർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ അത് സർജിക്കൽ സൈറ്റിൻ്റെ മോണിറ്ററിംഗ് ആണ്. പിന്നെ IV ഫ്ലൂയിഡ് നമ്മൾ മോണിറ്റർ ചെയ്യുക, ആക്യുറേറ്റ് ആയിട്ടുള്ള റേറ്റ്, ഇൻഫിൽട്രേഷൻ വല്ലതും ഉണ്ടോ എന്നുള്ളത് നോക്കുക, കറക്റ്റ് ആയിട്ടുള്ള റേറ്റിൽ തന്നെയാണ് പോകുന്നതെന്നൊക്കെ നോക്കുക. അപ്പം ഇമ്മീഡിയറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് വെച്ചാൽ റിക്കവറി റൂം സെറ്റാക്കി വെക്കുക. പിന്നെ ആ റിക്കവറി റൂമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അമ്മയ്ക്കും അതായത് പാരൻസിന് പറഞ്ഞു കൊടുക്കുക. പിന്നെ അവരുടെ എയർവേ പേറ്റൻ്റാക്കി വെക്കാനും ആസ്പിറേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൊസിഷൻ കൊടുക്കുക. വൈറ്റൽ സൈൻസ് എവറി 15 മിനിറ്റ്സ് ആയിട്ട് മോണിറ്റർ ചെയ്യുക. പിന്നെ ഡ്രസ്സിങ്സിൻ്റെ കാര്യം, ഡ്രസ്സിങ് അവിടെ അഡിക്വേറ്റ് ആയിട്ട് തന്നെയാണോ ഇരിക്കുന്നത്, അതായത് ഡ്രെയിനേജ് വല്ലതും ഉണ്ടോ, പിന്നെ അവരുടെ കണ്ടീഷൻസ് ഫുൾ ഒന്ന് ഒബ്സർവ് ചെയ്യുക. പിന്നെ IV ഫ്ലൂയിഡ്സിൻ്റെ കാര്യം നമ്മൾ നോക്കാം. ഇനി പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറും പ്രീ ഓപ്പറേറ്റീവ് കെയറും കഴിഞ്ഞു. നെക്സ്റ്റ് ആഫ്റ്റർ റിക്കവറിക്ക് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞിൻ്റെ റിക്കവറി റൂമിന് ശേഷം കെയർലി ആയിട്ടും പ്രൊട്ടക്റ്റഡ് ഫ്രം ഇഞ്ചറി, നല്ല കെയറോട് കൂടിയിട്ട് ചൈൽഡിനെ എന്ത് ചെയ്യുക, നമ്മൾ പേരൻസിനെ ഏൽപ്പിക്കുക. പിന്നെ യൂറിനറി കാത്തറ്റർ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡ്രെയിനേജ് ബാഗുമായിട്ട് പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യുക. പിന്നെ അത് ബെഡുമായിട്ട് പ്രോപ്പർലി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ആ കുട്ടിയുടെ ആക്ടിവിറ്റി ലെവൽ
ജനറൽ കണ്ടീഷൻ, വെന്റിലേഷൻ്റെ അഡിക്കസി. കുട്ടിയുടെ ആക്ടിവിറ്റി ലെവലും ജനറൽ കണ്ടീഷനും എന്തെങ്കിലും വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള അഡിക്കസിയൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കുക. പിന്നെ സെഡേറ്റീവ്സ് ഒക്കെ ഡോക്ടേഴ്സിൻ്റെ ഓർഡറിനും ചൈൽഡിൻ്റെ നീഡിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അഡ്മിനിസ്റ്റർ ചെയ്യുക. പിന്നെ പെയിൻ മാനേജ്മെൻറ്റ്, ചൈൽഡിൻ്റെ നീഡിനനുസരിച്ച് പെയിൻ മാനേജ്മെൻറ്റ് കൊടുക്കുക. എപ്പോഴും നമുക്ക് അനാൽജസിക്സോ സെഡേറ്റീവ്സോ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണ്, നോൺ ഫാർമക്കോളജിക്കൽ ആയിട്ടുള്ള പെയിൻ റിലീഫ് മെത്തേഡ്സ് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ടൈം ഓഫ് വോയിഡിങ്ങും ഇൻടേക്ക് ഔട്ട്പുട്ടൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. വൈറ്റൽ സയൻസ് മോണിറ്റർ ചെയ്യുക. പോസ്റ്റ് ഓപ്പറേറ്റീവ് വൈറ്റൽ സയൻസും ഇൻടേക്ക് ഔട്ട്പുട്ട് ചാർട്ടുമാണ് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളത്. പെയിൻ മാനേജ്മെൻറ്റ്, ഈ 3 ഹെഡിങ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. വേണമെങ്കിൽ കെയർ ഓഫ് ആഫ്റ്റർ റിക്കവറി ഈ 3 ഹെഡിങ്ങിൽ വേണമെങ്കിൽ എഴുതാൻ പറ്റും. പിന്നെ പേരൻസിനും ചൈൽഡിനും ആൻസൈറ്റി കുറവായിരിക്കും. പേരൻസിനായിരിക്കും ആൻസൈറ്റി ഉണ്ടാവുക. അപ്പോൾ പേരൻസിൻ്റെ ആൻസൈറ്റി നമ്മൾ എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. പിന്നെ ഓറൽ ഫ്ലൂയിഡ്സ് ഒക്കെ ക്രൈറ്റീരിയയ്ക്ക് അനുസരിച്ച് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. അതായത് ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോഴത്തേക്കും കളർ ഓഫ് ആസ്പിറേറ്റ് ക്ലിയർ ആയിരിക്കണം. ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാം. പിന്നെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഫ്ലാറ്റസ് ഒക്കെ പാസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ 3 ക്രൈറ്റീരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓറൽ ഫ്ലൂയിഡ്സ് സ്റ്റാർട്ട് ചെയ്യാം. മെയിനായിട്ട് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ഞങ്ങളുടെ ഇവിടെയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ബവൽ സൗണ്ട്സ് ഓസ്കൾട്ടേറ്റ് ചെയ്ത് നോക്കും. ബവൽ സൗണ്ട്സ് ആൻഡ് ബവൽ മൂവ്മെൻറ്റ്സ് പ്രസൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഓറൽ 6 പോലെ ക്ലിയർ വാട്ടർ സ്റ്റാർട്ട് ചെയ്യും. അതിനുശേഷം എന്താണ് ലിക്വിഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. സെമി സോളിഡ് ആയിട്ട് തുടങ്ങും. പിന്നെ സോളിഡിലേക്ക് വരും. അങ്ങനെയാണ് ഒരു ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങളിവിടെ ചെയ്യുന്നത്. അപ്പോൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ ആസ്പിറേറ്റിൻ്റെ കളർ നമ്മൾ ക്ലിയർ ആയിരിക്കണം. പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് ക്ലിയർ ആയിരിക്കണം. ഫ്ലാറ്റസ് പാസ് ചെയ്തിട്ടുണ്ടാവണം. നെക്സ്റ്റ് ഓറൽ ഫ്ലൂയിഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്, ഇൻഫ്യൂഷൻ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഓറൽ ഫ്ലൂയിഡ്സ് സ്റ്റാർട്ട് ചെയ്യുക. വെൽ ടോളറേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലൊക്കെ ഡയറ്റ് ക്ലിയർ ലിക്വിഡിൽ നിന്ന് ഫുൾ ലിക്വിഡ്, പിന്നെ സോഫ്റ്റ് ആൻഡ് റെഗുലർ ഡയറ്റിലേക്ക് കൊണ്ടുവരിക. പിന്നെ കുട്ടിയുടെ പൊസിഷൻസ് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. പ്രോഗ്രസീവ് ആയിട്ടുള്ള ആംബുലേഷൻ അഡ്വൈസ് ചെയ്യുക. കാരണം ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ ഫംഗ്ഷൻ ഉണ്ടാകണം. ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ ഫംഗ്ഷൻസ് റീസ്റ്റോർ ചെയ്യണം. കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യണം. പിന്നെന്താണ്, ന്യൂമോണിയ പോലുള്ള ത്രോംബോസിസ്, പ്രഷർ അൾസർ പോലുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മെയിനായിട്ട് ഏർലി ആംബുലേഷൻ കൊടുക്കുന്നത്. നെക്സ്റ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻസിന് വേണ്ടി നമ്മൾ നോക്കുക. എന്തൊക്കെയാണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻ? എന്തെങ്കിലും സ്കിൻ കളർ ചെയ്തിട്ടുണ്ടോ, എസ്പെഷ്യലി സൈറ്റ് ഓഫ് ദ സർജിക്കൽ സൈറ്റ്, അവിടെ സ്കിൻ കളർ വല്ലതും ചെയ്തിട്ടുണ്ടോ, ഡ്രസ്സിങ് നമ്മൾ മാറ്റുന്ന സമയത്തൊക്കെ നമ്മൾ നോക്കുക. പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലും ഡിസ്ചാർജ് ഡ്രെയിനേജോ കാര്യങ്ങളുണ്ടോ. പിന്നെ വൈറ്റൽ സൈൻസ് നോക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ നോക്കുന്നുണ്ടോ. പിന്നെ ആ സൈറ്റിൽ സർജിക്കൽ സൈറ്റിൽ അവിടെ എക്സ്ട്രാ വാംത്ത് വല്ലതും ഉണ്ടോ. പിന്നെന്താണ്, ലോ ബ്ലഡ് പ്രഷർ, റാപ്പിഡ് ആയിട്ടുള്ള പൾസ്, പിന്നെ കോൾഡ് അല്ലെങ്കിൽ പെയിൽ ആയിട്ടുള്ള സൈനോട്ടിക് സ്കിന്ന്, പിന്നെ ഡയലേറ്റഡ് ആയിട്ടുള്ള പ്യൂപ്പിൾസ്, റെസ്റ്റ്ലെസ്നെസ്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ സൈൻസ് ഉണ്ടോ നോക്കാം. ഷോക്കിൻ്റെ സൈൻസ് ആണ് പ്യൂപ്പിൾസ് ഡയലേറ്റഡ് ആകുക, റെസ്റ്റ്ലെസ് ആകുക, സൈനോട്ടിക് ആയിട്ടുള്ള മോയിസ്റ്റ്, കോൾഡ്, പെയിൽ ആയിട്ടുള്ള സ്കിന്നാകുക, പിന്നെ പൾസ് റാപ്പിഡ് ആകുക, BP കുറയുക എന്നൊക്കെ ഉള്ളത്. പിന്നെ ബാക്കിയുള്ള സൈൻസ് ഹെമറേജ്, മൂണ്ടിൽ നിന്നുള്ള ഹെമറേജ്, വൊമിറ്റിംഗ്, വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വൊമിറ്റിംഗ്, ഹൈപ്പോക്സിയ, അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ, ഹൈപ്പോസ്റ്റാറ്റിക് ന്യൂമോണിയ, പിന്നെ യൂറിനറി റിട്ടൻഷനോ വൂണ്ട് ഇൻഫെക്ഷൻ, ത്രംബോഫ്ലെബൈറ്റിസ് ഒക്കെ ഉണ്ടോ നമ്മൾ നോക്കാം. എന്തെങ്കിലും സൈൻസ് നമ്മൾ ഇതിൽ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, ഫിസിഷ്യനെ ഇൻഫോം ചെയ്യുക. പിന്നെ ഹെൽത്ത് ടീച്ചിങ് ആയിരിക്കും. പോസ്റ്റ് ഓപ്പറേറ്റീവ് എക്സസൈസ് ഒക്കെ പറഞ്ഞു കൊടുക്കുക, അത് പെർഫോം ചെയ്യാൻ വേണ്ടി അവരെ എൻകറേജ് ചെയ്യുക. പിന്നെ ഡയറ്ററി റിക്വയർമെൻറ്റ്സിനെ കുറിച്ച് എന്തൊക്കെ കഴിക്കണം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. പിന്നെ ഹോം കെയർ മാനേജ്മെൻറ്റ്, ചൈൽഡിന് മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായമാണെങ്കിൽ ചൈൽഡിന് പറഞ്ഞു കൊടുക്കുക, പാരൻസിനും പറഞ്ഞു കൊടുക്കാം. അതിൽ പാരൻസിന് ആൻസൈറ്റി ഉണ്ടായിരിക്കും. അത് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് എന്തൊക്കെ റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് മെയിനായിട്ടും പ്രീ ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ ഓഫ് എ ഹോസ്പിറ്റലൈസ്ഡ് ചൈൽഡ്. ഇതൊരു ചോദിക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് നോട്ടാണ്.